എന്റെ പൊന്ന് സിനിമയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ചേട്ടൻ മോക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ടാറ്റടാങ്. ഹായ് വൾഗർ. അതെത്ര? അല്ല ബർഗർ. കഴിച്ച സൂപ്പറാ മോളെ, അടിപൊളിയാണ്, സൂപ്പർ. സത്യം പറ, ഇത് ആര് കഴിച്ചതിന്റെ ബാക്കിയായത്? ഇത് ഏതവള് കടിച്ചതിന്റെ ബാക്കിയാന്ന്? സിനി, നീ കണ്ണി ചോരാതെ ഇങ്ങനെ സംസാരിക്കരുത്. നീ മേലെ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. ഇല്ല, എനിക്ക് നിങ്ങൾ തീരെ വിശ്വാസമില്ല. നോക്കട്ടെ, നീ എന്ത് കാണിക്കുന്നത്? ഏതവളാണെങ്കിൽ ഈ ബർഗർ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോളത്തൊന്ന് ചാരുമല്ലോ. അവളുടെ മുടി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്ക് നോക്ക്, നീ നോക്ക് കേട്ടാ. ഇല്ലല്ലോ. ഞാൻ ഈ ബർഗർ ഞാൻ ഈ മേശപ്പുറത്ത് കൊണ്ട് വെച്ചാണ്. എന്നാ നിങ്ങൾ അച്ഛനെടുത്ത് കടിച്ചിട്ടുണ്ടാവും. അതാണല്ലോ ഇവിടുത്തെ ആർത്തി പണ്ടാരം. കടിയുടെ ആഴവും പല്ലിന്റെ വിടവും വെച്ചിട്ട് എന്തായാലും ഇത് അച്ഛൻ കടിച്ചതല്ല. പിന്നെ ഇത് ആര് കടിച്ചതാ? എന്റെ പൊന്നു മോളെ, ഇവിടുത്തെ എലിയില്ലേ, നമ്മളിവിടെ ശല്യപ്പെടുത്തുന്ന എലി, ആ പാവപ്പെട്ട എലി വിശന്നപ്പെടുത്ത നാശം പിടിച്ച എലി. ഞാനൊരു കാര്യം പറയാം, ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എലി, ആരെങ്കിലും ഒരാളെ വീട്ടിലുണ്ടാവും. എന്റെ ദൈവമേ ചേട്ടാ, ആരല്ല ഇവിടത്താ? എന്ത് ഉമ്മരല്ലേ? ഉമ്മ തരാനല്ല, ആ സോഫയുടെ മറയത്തെ എന്തോ ഒരു അനക്കം. ചിലപ്പോ എലിയായിരിക്കും. ആ നാശത്തിന് ഞാൻ തല്ലിക്കൊല്ലും. വേണ്ട സിനി, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് ഒരു മിണ്ടാപ്രാണി ഉപദ്രവിക്കരുത്, അത് ദോഷമാണ്. നിങ്ങളുടെ ഒരു സെന്റിമെന്റ്സ് മാറി ചേട്ടാ. ഈ നാശത്തിന് തല്ലിക്കൊല്ലും. അയ്യോ അയ്യോ അയ്യോ, അച്ഛൻ അച്ഛൻ. എന്റെ മുതു അടിച്ച് തിരുനക്കര മൈതാനം പോലെ ആക്കിയേ. സോറി അച്ഛാ. അച്ഛൻ സോഫയുടെ പുറമെ പോയിരുന്നേ. ഞാൻ അവിടെ ഇരുന്നപ്പോ എനിക്ക് വിശന്നു. ഞാൻ ചുമ്മാ നടന്നു വന്നപ്പം സോമേര പിന്നിൽ 2 കഷ്ണം തേങ്ങാപ്പൂള് കിടക്കുന്ന കണ്ടു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അടിച്ച് പൊളിച്ച് കളഞ്ഞില്ലേ. അച്ഛാ, അച്ഛൻ എന്തിനാ തേങ്ങയൊക്കെ എടുക്കാൻ പോയത്? അത് ഞാൻ എലിനെ ഓടിക്കാൻ വെച്ചല്ലേ. നീ എലീനെ ഓടിക്കണമെങ്കിൽ ഡയറക്ടർ അനൂദിനോട് പറയണം, അല്ലാതെ എന്റെ മുതു അടിച്ച് പൊളിക്കരുത്. അയ്യോ അച്ഛൻ, എലീനെ അല്ല, എലി എലി. എടാ, എലിയെ ഓടിക്കാൻ എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് അറിയാമോ? വാഴക്കേപ്പം, പരിപ്പോട, ഉഴുന്നുവട, തേങ്ങാപ്പൂള്. ബാക്കി ഒരുത്തർ ഇവിടെ പട്ടിണിയാ പട്ടിണി. എന്റെ സിനി, നീ ഈ സാധനങ്ങളൊന്നും എലിക്ക് കൊടുത്തോണ്ട് എലി ഇവിടുന്ന് പോകത്തില്ല. നീ ഒരാഴ്ച എലി ഒന്ന് പട്ടിണി കിട്ടുമോക്ക്. ആഹാരം കിട്ടാതാവുമ്പോഴേ അത് വിശന്ന് തന്നെ അങ്ങ് വെക്കോളും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്നെ പോണം. അച്ഛൻ എലിയാണോ? അല്ല, ഇതെന്റെ കലി. അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഓ, ഇവിടെ വായു ഭക്ഷണമാണല്ലോ. അച്ഛൻ അങ്ങനെ പറയരുത് കേട്ടോ, കളിയാക്കിയൊന്നും വേണ്ട. വായു ഭക്ഷണോ? അച്ഛൻ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയും കൂടെ കഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടേ. കഴിച്ചോ? ഉച്ചക്ക് ചോറും പരിപ്പാറും കഴിച്ചു. വൈകിട്ട് ചായയുടെ കൂടെ ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി കഴിച്ചായിരുന്ന? കഴിച്ചു. എന്നിട്ടാണോ അച്ഛാ വായു ഭക്ഷണം മാത്രം കഴിച്ചെന്ന് പറയുന്നത്? ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം വായു ഉണ്ടാക്കുന്ന സാധനമല്ലേ? എവളി തനിക്ക് തരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം കൂടി ഞാൻ കഴിക്കുമ്പോ എനിക്ക് അടിവയറ്റിന്നൊരു വായു മേളിലോട്ട് വന്ന് നെഞ്ചിൽ വിലങ്ങി നിൽക്കും. ഞാനങ്ങ് മേളിലോട്ട് പോകും. എന്നെ കൊല്ലാനുള്ള പരിപാടിയാ. അത് നടക്കത്തില്ല മോളെ.